ഹലോ ഓൾ. അപ്പോൾ നമ്മൾ വർക്ക് സൂപ്രണ്ടിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ സ്റ്റോണ് ലൈമ് ഈ രണ്ട് ടോപ്പിക്കായിരുന്നു കവർ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബ്രിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോമ്പോസിഷൻ ഓഫ് ഗുഡ് ബ്രിക്ക് എർത്ത് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ കോമ്പോസിഷൻ ഓഫ് ഗുഡ് ബ്രിക്ക് എർത്തിലെ ഫസ്റ്റ് കോമ്പൗണ്ട് ഇതിൽ പ്രസന്റ് ആയിരിക്കുന്നത് അലുമിന ആണ്. അലുമിന 20 to 30% ആണ്. ഗുഡ് ബ്രിക്ക് എർത്തിൽ 20 to 30% അലുമിന ഉണ്ടായിരിക്കണം. ഇനി ഇതെന്ന് പറയുന്നത് നമ്മുടെ ചീഫ് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് എവറി കൈൻഡ് ഓഫ് ക്ലേ. ഏത് ക്ലേ എടുത്താലും അതിൽ ചീഫ് കോൺസ്റ്റിറ്റ്യൂന്റ് ആരാണ്? നമ്മുടെ അലുമിനയാണ്. ഓക്കെ, അപ്പോൾ ചീഫ് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ഗുഡ് ബ്രിക്ക് എർത്ത് ഏതെന്ന് ചോദിച്ചാൽ അലുമിനയാണ്. ആൻഡ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, ആ ബ്രിക്ക് എർത്തിന് പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ മൗൾഡ് ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പോൾ പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ അലുമിനയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അലുമിനയുടെ അളവ് കൂടിയാൽ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ റോ ബ്രിക്ക് എന്ന് പറഞ്ഞ് ശ്രിങ്ക് ചെയ്യും, വോപ്പ് ചെയ്യും ഡ്യൂറിങ് ഡ്രൈയിങ് ആൻഡ് ബേണിങ്. ഡ്രൈയിങ്ങും ബേണിങ്ങും ചെയ്യുമ്പോൾ അത് ശ്രിങ്ക് ചെയ്ത് വോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അലുമിന എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 20 to 30% തന്നെ ആയിരിക്കണം. ഇനി സിലിക്ക കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 50 to 60% ആണ്. സോ നമ്മുടെ ഏറ്റവും ചീഫ് കോൺസ്റ്റിറ്റ്യൂന്റ് ഏതാണ്? നമ്മുടെ അലുമിനയാണ്. എന്നാൽ ഏറ്റവും കൂടുതലുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് ഏതാണ്? സിലിക്കയാണ്. ആൻഡ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് പ്രിവെന്റ്സ് ക്രാക്കിംഗ്, ശ്രിങ്കിങ് ആൻഡ് വാർപ്പിംഗ് ഓഫ് റോ ബ്രിക്ക്. റോ ബ്രിക്ക് ക്രാക്ക് ആവുന്നു, ശ്രിങ്ക് ചെയ്യുന്നു, വാർപ്പ് ചെയ്യുന്നതിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യുക. അതുപോലെ തന്നെ ബ്രിക്കിന് യൂണിഫോം ഷേപ്പ് ഇമ്പേർട്ട് ചെയ്യാനും ഡ്യൂറബിലിറ്റി എല്ലാം ഡിപ്പെൻഡ് ഇതിലാണ്, സിലിക്കയിലാണ്. ഇനി സിലിക്കയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? അതെന്ന് പറയുന്നത് ഈ പാർട്ടിക്കിൾസിനിടയ്ക്കുള്ള കോഹഷൻസ് ഡിസ്ട്രോയ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബ്രിക്ക് എന്ന് പറയുന്നത് കൂടുതൽ ബ്രിട്ടിലാവും. ഓക്കെ, അതാണ് സിലിക്ക കൂടിക്കഴിഞ്ഞുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ലൈമാണ്. ഓക്കെ, ലൈം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫൈനലി പൗഡേർഡ് സ്റ്റേറ്റിലായിരിക്കണം ഈ ലൈം പ്രസന്റ് ആയിരിക്കേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ റോ ബ്രിക്ക് ശ്രിങ്കേജിൽ നിന്നും പ്രിവെന്റ് ചെയ്യും. റോ ബ്രിക്കിനെ ശ്രിങ്കേജിൽ നിന്നും പ്രിവെന്റ് ചെയ്യും. അതാണ് നമ്മുടെ ലൈമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് എക്സസ് ആയിട്ട് ലൈം വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് കോസസ് ബ്രിക്ക് ടു മെൽറ്റ്, ഹെൻസ് ഷേപ്പ് ഈസ് ലോസ്റ്റ്. ആ ബ്രിക്ക് മെൽറ്റ് ആവാൻ കാരണമാവും, അതുപോലെ തന്നെ അതിന്റെ ഷേപ്പ് എന്തെങ്കിലും ലോസ് ആവും ലൈം കൂടിക്കഴിഞ്ഞാൽ. അടുത്ത് വരുന്ന ഓക്സൈഡ് ഓഫ് അയൺ. അയൺ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 5 to 6% ആണ് വേണ്ടത്. ഇതെന്ന് പറയുന്ന ലൈമിനെ സാൻഡുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ സഹായിക്കും. ഹെൽപ്സ് ലൈം ടു ഫ്യൂസ് സാൻഡ്. ഓക്സൈഡ് ഓഫ് അയൺ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ലൈം ടു ഫ്യൂസ് സാൻഡുമായിട്ട് ഫ്യൂസ് ആവാനായിട്ട്. ഈ അയൺ ഓക്സൈഡ് ആണ് നമുക്ക് ഈ ബ്രിക്കിന് റെഡ് കളർ കൊടുക്കുന്നത്. മെയിൻ ഫംഗ്ഷൻ ഓഫ് അയൺ ഓക്സൈഡ് എന്താണ്? ഇറ്റ് ഇമ്പാർട്ട്സ് റെഡ് കളർ. ഇനി എക്സസ് ആണ് അയൺ ഓക്സൈഡ് എങ്കിൽ ഇറ്റ് മേക്സ് ബ്രിക്ക് ഡാർക്ക് ബ്ലൂ ഓർ ബ്ലാക്കിഷ്. അപ്പൊ അയൺ ഓക്സൈഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അതെന്ന് പറയുന്നത് ആ ബ്രിക്കിന് ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്കിഷ് കളർ ആയിരിക്കും. ഇനി ലെസ് എമൗണ്ട് ആണെങ്കിൽ അയൺ ഓക്സൈഡ് 5 to 6% കുറവാണെങ്കിൽ ബ്രിക്കിന് യെല്ലോ കളർ കൊടുക്കും. ഓക്കെ, ഇനി അടുത്ത് വരുന്ന കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം. മഗ്നീഷ്യം എന്ന് പറയുന്നത് സ്മോൾ ക്വാണ്ടിറ്റിയിലെ പ്രസന്റ് ആയിരിക്കത്തുള്ളൂ. ആൻഡ് ഇറ്റ് ഇമ്പാർട്ട്സ് യെല്ലോ ടിൻറ്റ് ആൻഡ് ഡിക്രീസ് ശ്രിങ്കേജ്. ഇതെന്ന് പറയുന്നത് ബ്രിക്കിനെ ഒരു യെല്ലോ ടിൻറ്റ് കൊടുക്കും, അതുപോലെ ശ്രിങ്കേജിനെ ഡിക്രീസ് ചെയ്യും. ഓക്കെ, മഗ്നീഷ്യം. Then excess amount ആണെങ്കിലോ ഇറ്റ് കോസസ് ഡീകേ ഓഫ് ബ്രിക്ക്. ഓക്കെ, സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇറ്റ് ഇമ്പാർട്ട്സ് യെല്ലോ ടിൻറ്റ് ആൻഡ് ഡിക്രീസ് ശ്രിങ്കേജ്. എക്സസ് ആവുകയാണെങ്കിൽ ബ്രിക്ക് ഡീകേ ആവാൻ കാരണമാകും. അടുത്ത നമ്മൾ നോക്കുന്നത് ഹാംഫുൾ ഇൻഗ്രീഡിയൻറ്റ് ബ്രിക്ക് എർത്താണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ലൈം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലൈം എന്ന് പറഞ്ഞാൽ സ്മോൾ ക്വാണ്ടിറ്റിയിലേക്കാണ്. ഇറ്റ് ഷുഡ് ബി പ്രസന്റ് ഇൻ ഫൈനലി പൗഡേർഡ് സ്റ്റേറ്റ് ആയിരിക്കും. എക്സസ് ആണെങ്കിൽ ബ്രിക്ക് മെൽറ്റ് ആവാനും അതിന്റെ ഷേപ്പ് ലോസ് ആവാനൊക്കെ കാരണം. അപ്പൊ ലൈം ആണ് ഫസ്റ്റത്തെ ഹാംഫുൾ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അയൺ പൈറേറ്റ്സ്. അയൺ പൈറേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്രിക്സ് ആണ് കേട്ടോ. ഇവിടെ ബ്രിക്സ് ആർ ക്രിസ്റ്റലൈസ്ഡ് ആൻഡ് ഡിസിൻറ്റിഗ്രേറ്റഡ് ഡ്യൂറിങ് ബേണിംഗ്. അയൺ പൈറൈറ്റ്സ് ഉണ്ടെങ്കിൽ ബ്രിക്ക് എന്ന് പറഞ്ഞ് ക്രിസ്റ്റലൈസ് ചെയ്ത് ബേണിങ്ങിന്റെ സമയത്ത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാൻ കാരണമാവും. ഇനി ആൽക്കലീസ് പ്രസന്റ് ആണെങ്കിലും ആൽക്കലീസ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് പ്രസന്റ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് സോഡ ആൻഡ് പൊട്ടാഷ്. സോഡ ആൻഡ് പൊട്ടാഷിന്റെ ഫോമിലാണ് ആൽക്കലീസ് കാണുക. ഇനി ഇതെന്ന് പറയുന്നത് ബ്രിക്ക് ഫ്യൂസ് ആവാനും ടിസ്റ്റ് ചെയ്യാനും വാർപ്പ് ചെയ്യാനും ഒക്കെ കാരണം. ഇനി ഇതെന്ന് പറയുന്നത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യും ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യും ആൽക്കലീസ് ഉണ്ടെങ്കിൽ. എഫ്ലോറസെൻസിനും കാരണം. ഇനി അടുത്ത പെബിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്താ പെബിൾസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബ്രിക്കിന് ക്യാവിറ്റീസ് ഒക്കെ ഫോം ചെയ്യാനൊക്കെ കാരണം. ഓർഗാനിക് മാറ്റർ പ്രസന്റ് ആണെങ്കിലും ബേൺ ചെയ്യുന്ന സമയത്ത് ക്യാവിറ്റീസ് ഫോം ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ബ്രിക്കിനകത്ത് നമ്മൾ ഇന്ന് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.